2023 മാർച്ച് 27-നാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നും ബാഗിൽ നിന്നും LSD സ്റ്റാമ്പുകൾ എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ പിടികൂടുന്നത്. 72 ദിവസം ഷീല സണ്ണി ജയിലിൽ കഴിയുകയും ചെയ്തു. പിന്നീട് നടത്തിയ രാസപരിശോധനയിൽ വ്യാജലഹരി എന്ന് വ്യക്തമായതോടെ ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കുകയായിരുന്നു. കേസിലെ മുഖ്യപ്രതി നാരായൺ ദാസ് കഴിഞ്ഞ മാസം SITയുടെ പിടിയിലായി. പിന്നാലെ മരുമകളുടെ സഹോദരിയെ കേന്ദ്രീകരിച്ചാണ് സമഗ്രമായ അന്വേഷണം നടത്തിയത്. ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് ഇവർ പിടിയിലാകുന്നത്. ലിവിയയെ പിടികൂടാൻ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്നു ലിവിയ. സഹോദരിയുടെ അമ്മായിയമ്മയായ ഷീല സണ്ണിയെ കുടുക്കാൻ വ്യാജലഹരി കേസിൽ പ്രതിയാക്കുകയായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ തന്റെ ജീവിതം തകർത്തത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും ഷീല സണ്ണി പ്രതികരിച്ചു. ആളെ അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. സാമ്പത്തികമായിട്ട് ഞാനും അവരും മരുമോളുടെ വീട്ടുകാരും ഒരു ഇടപാടും ഉണ്ടായിട്ടില്ല. മോനും മരുമോളും തമ്മിലാണ് സാമ്പത്തികമായിട്ട് ഉള്ള ഇടപാട് ഉണ്ടായിട്ടുള്ളത്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് 5 പൈസ ഒരു കാര്യത്തിനും ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്ര വലിയ അവർ ക്രൂരത ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ പ്രതി ലിവിയയെ വിളിപ്പിച്ചപ്പോൾ ദുബായിലേക്ക് കടന്നു കളയുകയായിരുന്നു. ഇവർക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. ലിവിയയെ നാളെ കേരളത്തിലെത്തിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.